നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ട്രെൻഡ് നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാൽ മീഡിയ അറ്റൻഷൻ കിട്ടും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പണ്ടെങ്ങാനും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളും ഇതാ മീഡിയ അറ്റൻഷൻ കിട്ടാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കിയും അല്ലാതെയും ഒക്കെ തന്നെ പോസ്റ്റുകൾ വരികയാണ്. ഇന്ന് ഞാനൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുകയാണ്, രാഹുൽ സുഖാണോ? അപ്പോൾ തിരിച്ചവിടുന്ന് പരമസുഖം, നിങ്ങൾക്ക് സുഖമാണോ? അത് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി വീണ്ടും രാഹുൽ ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി, എന്താ നിങ്ങളുടെ പരിപാടി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചായയും പരിപ്പുടയും കഴിച്ചാലോ? വേണ്ട. രാഹുൽ പറയുകയാണ് വേണ്ട, നമുക്ക് കള്ളും കപ്പയും കഴിക്കാം, വരുന്നോ എന്ന് ചോദിക്കുന്നു. അയ്യോ രാഹുലേ, അങ്ങനെ പറയല്ലേ രാഹുലേ, അയ്യോ രാഹുൽ പറയല്ലേ എന്ന രീതിയിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം പറയുന്നുണ്ട്, രാഹുൽ എന്നെ കപ്പയും കള്ളും വാങ്ങിത്തരാമെന്ന് ഭീഷണിപ്പെടുത്തി, പോയില്ലെങ്കിൽ കൊന്നുകളയും. അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിഹാസ രൂപത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അതായത് രാഹുൽ മാങ്കൂട്ടം MLA വിശ്വസിച്ച് വരുന്ന സ്ത്രീകളോട് അദ്ദേഹം മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ജയിലിൽ തന്നെ പോകേണ്ടതുണ്ട്. കാരണം രാഹുലിനെ പോലെയുള്ള, രാഹുൽ വഴി ഇൻസ്പയർ ആകാൻ കഴിയുന്ന ഒരുപാട് യുവതലമുറ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് നൽകേണ്ട ഇൻസ്പിറേഷൻ ഇതല്ല, ഇങ്ങനെയല്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം MLA എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിച്ചാണ് രാഹുൽ പലതും ചെയ്തിട്ടുള്ളത്. രാഹുൽ എടുത്തെടുത്ത് പറയുന്ന കാര്യമുണ്ട്, ഇതുവരെയും ഒരു സ്ത്രീയുടെയും അനുവാദമില്ലാതെ ബാഡ് ടച്ച്, എന്തിനാ അത് പോട്ടെ, ബാഡ് ടച്ച് പോട്ടെ, ഒന്ന് ഷേക്ക് ഹാൻഡ്സ് പോലും ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജസ്ല മാടശ്ശേരി ഒരു കുറിപ്പിട്ടിരുന്നു. 10 വർഷം മുമ്പ് ജസ്ലയുടെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന, രാഹുലുമായിട്ടുണ്ടായിരുന്ന സംഭാഷണമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് രാഹുൽ വെറും കോഴിയല്ല, രാഹുൽ കുരുപ്പ് പിടിച്ച കോഴിയാണെന്നാണ് പറയുന്നത്. അതായത് കുരുപിടിച്ച കോഴികളാണെന്നാണ് പറയുന്നത്. രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ്. മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വന്നു, വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നപ്പോൾ അവൻ്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ. ഈ ചാറ്റ് അവിടെ വെച്ച് ഞാൻ നിർത്തിയത് കൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ല, അവൻ മോശക്കാരനല്ലെന്ന് ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കാമെന്ന് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം മുമ്പ് സംസാരിച്ച ഒരു ചാറ്റ് അത് ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ അവിടെ വെച്ച് നിർത്തിയത് കൊണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല, പക്ഷെ അവിടെ വെച്ച് നിർത്തുമ്പോൾ കൃത്യമായി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ശരി. ഇപ്പോൾ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായപ്പോൾ വീണ്ടുമാണ് ശരി ജസ്ല ഇതിപ്പോൾ ഒരു വലിയൊരു പോസ്റ്റുമായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോസ്റ്റ് എങ്ങോട്ടാ പറന്നു പോയതെന്ന് അറിയുന്നത്. ഇന്നലെ കുറേ കോളുകൾ കണ്ടിരുന്നു, വയ്യാത്തോണ്ട് എടുത്തില്ല. നിങ്ങളിൽ പലരും ഇത് രാഷ്ട്രീയമായി മാത്രം കാണുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ, ചതികളിലൂടെ വിശ്വസിച്ച് ചതിക്കപ്പെട്ട് കടന്നുപോകുന്ന സ്ത്രീകളുമായി നിരന്തരം സംവദിക്കുന്നവരാണ് സമൂഹത്തിൽ ഫെമിനിറ്റി എന്ന പേരിൽ നിങ്ങൾ ചാപ്പയടിച്ച് തന്ന കുറെ വെടക്ക് പെണ്ണുങ്ങൾ. സ്വാഭാവികമായും സ്ത്രീകളുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നത് ദഹിക്കാൻ മാത്രം ഈ പരുവം ഈ നൂറ്റാണ്ടിലും ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു സംശയം മാത്രം ചോദിക്കുന്നുണ്ട്. ഒരാണ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആണ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഇതൊക്കെ വാങ്ങിത്തരൂ എന്ന് പറയുന്നു. അയ്യോ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, എനിക്കത് വാങ്ങിത്തരാനില്ല എന്ന് പറയാനുള്ള മടി എന്തുകൊണ്ടാണ്? അയാൾ ചോദിക്കുമ്പോൾ കൃത്യമായി എല്ലാം വാങ്ങിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ വിളിക്കുകയാണ്, നമുക്കൊരു റൂം എടുത്ത് സംസാരിക്കാമെന്ന് വിളിക്കുമ്പോൾ അത് റൂം എടുക്കുന്നത് വെറുതെ സംസാരിക്കാൻ മാത്രമല്ല എന്നുള്ള ബോധ്യമില്ലാത്ത പെണ്ണുങ്ങളാണോ നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. ഒപ്പം അതുപോലെ തന്നെയാണ് ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, അഥവാ ഇങ്ങനെ ഒരു MLA ഭാഗത്ത് നിന്ന് മോശമായി ഉണ്ടാവുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ മുമ്പൊക്കെ ഇട്ടിരുന്ന വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്ന അതേ ധൈര്യം എന്തുകൊണ്ട് അന്ന് അപ്ലോഡ് ചെയ്യാൻ കാണിച്ചില്ല? അന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ കാണിച്ചില്ല? ഇത്തരത്തിൽ താഴ്ന്നു പോകരുത് നമ്മുടെ സ്ത്രീകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ജസ്ന തുടരുകയാണ്, അന്ന് മുതൽ എൻ്റെ ഫോണിൽ, അതായത് പ്രതികരിച്ച സ്ത്രീകളുടെയും അവരോട് നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ വളരെ മാന്യമായ സമീപനവും നമ്മൾ കണ്ടു. അന്ന് മുതൽ എൻ്റെ ഫോണിലുണ്ട് അത്. എന്നാലും ഞാൻ അതിനെ അങ്ങനെ ഒരു സെൻസിൽ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. KSU പ്രവർത്തന കാലത്ത് അനേകം സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കൾ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ അവൻ്റെ ഇന്റർവ്യൂവിലെ ന്യായീകരണം കണ്ടപ്പോൾ സ്വയം അത് കുട്ടപ്പനാവുന്നതും അവന് യോജിക്കുന്നേയില്ല. പിന്നെ ആ പോസ്റ്റിന് താഴെയും ന്യൂസ് ലിങ്കുകൾക്ക് താഴെയും എനിക്ക് ചെസ് നമ്പർ ഒക്കെ ഇടുന്നത് കണ്ടു. എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ FIR എഴുതാൻ അറിയാം. FIRന് മുൻപ് ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും അതായത് അടിച്ചു ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും ചെയ്യാൻ അറിയാം. അതല്ലാതെ ഭിത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ സ്ട്രോങ് ഡബിൾ ടാപ്പ് വാങ്ങി അതും ചെയ്യും. നിങ്ങൾ തലയിലേറ്റി ജയിപ്പിച്ചു വിട്ട ഒരു മഹാമാന്യ നിഷ്കുവിന് അത് വൃത്തിക്ക് അറിയാം. പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നടക്കുന്നവരോട് ഫെമിനിറ്റി
അങ്ങനെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. കിട്ടാത്ത മുന്തിരി പുളിക്കും, വെടക്ക് എന്നൊക്കെ. അതൊക്കെ അല്ല പ്രബുദ്ധരായ സമൂഹമേ നിങ്ങൾക്ക് വിളിക്കാനുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാനടങ്ങുന്ന അനേകം സ്ത്രീകളുണ്ട്. ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ അടക്കവും ഒതുക്കവും കുറവാണെന്നേ ഉള്ളൂ. വാക്കുകൾക്കും അതുപോലെ തന്നെ ഗട്സിനും ഒന്നും കുറവുണ്ടാവില്ല, ഉണ്ടാവാനും പോകുന്നില്ല. നിങ്ങൾ തെറി വിളിച്ചും ആനന്ദം കൊള്ളുക. ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചില്ല എന്ന ആത്മസംതൃപ്തിയിൽ തുടരുന്നു. ആത്മാഭിമാനം പണയം വെക്കാത്ത പെണ്ണുങ്ങളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആത്മാഭിമാനം പണയം വെച്ച ആരെയും നമുക്കും ആവശ്യമില്ല. രാഹുൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ഇരകളുടെ വാക്കുകളും വഴികളും രാഹുലിന്റെ വ്യക്തതയില്ലാത്ത ഉരുളിലും മാത്രം മതി. അവനെ നിങ്ങൾ കുറെ ലീഗാർ ഗൾഫിന് ഇറക്കുമതി ചെയ്ത സെന്റ് അടിച്ച് നാറ്റ് മാറ്റിയിട്ട് കാര്യമില്ല. സെന്റിന്റെയും ചീഞ്ഞളിഞ്ഞതിന്റെയും കൂടെ ഒരു ദുർഗന്ധം അതുണ്ടാവുന്നത് അസഹനീയമാണെന്ന് പറയുന്നു. രാഹുൽ ഒരു യുവ MLA ആണെന്നതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളതാണ്. കാരണം നാളെ അവനെ നമ്പി അവന്റെ അടുക്കലേക്ക് സഹായകരങ്ങൾ നീണ്ട് അനേകം സ്ത്രീകൾ കടന്നു ചെല്ലേണ്ടി വരും. അവരുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഒരു MLA അല്ല നമുക്ക് വേണ്ടത്. കഴിഞ്ഞ 1 വർഷമായി ഇതേ രീതിയിൽ തന്നെ MLA ആയി തന്നെയാണ് രാഹുൽ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ വരുന്ന 3 പരാതി അല്ലാതെ മറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്തായാലും ജസ്ല മാടശ്ശേരി അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ സമൂഹ മാധ്യമങ്ങളിലെ കമന്റ് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടും. അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് എന്നതാണ് പ്രധാന ചോദ്യം.